ഹായ് ഓൾ, നിങ്ങൾ ആരുടെയും കൃഷ്ണമണിയിലെ വെളുത്തൊരു ദശ വളരുന്ന പോലുള്ള ഈ കണ്ടീഷൻ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മെഡിക്കലി ഇതിനെ വിളിക്കുന്ന പേരാണ് ടെർജിയം. നമ്മുടെ കണ്ണിൽ ഒരു വെള്ള കളർ ഏരിയ ഉണ്ട്, ഒരു കറുത്ത ഏരിയ ഉണ്ട്. നമ്മുടെ കറുത്ത ഏരിയനെ കോർണിയ എന്നും വെള്ള കളർ ഏരിയനെ സ്ക്ലീറ എന്നുമാണ് പറയുന്നത്. ഈ വൈറ്റ് ഏരിയനെ കവർ ചെയ്ത ഒരു മെംബ്രെയിൻ പോലത്തെ സ്ട്രക്ചർ ഉണ്ട്, അതാണ് കൺജങ്ക്ടൈവ. സോ നമ്മുടെ കൺജങ്ക്ടൈവ കോർണിയയിലേക്ക് കയറി വരുന്ന ഈ ഒരു അവസ്ഥേനെയാണ് ടെർജിയം എന്ന് വിളിക്കുന്നത്. യൂഷ്വലി ഈ ഗ്രോത്ത് ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ് കാണുന്നത്. ഇനി സിംറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏർലി സ്റ്റേജിൽ ഇതിൽ യാതൊരു സിംറ്റംസും ഉണ്ടാവണം എന്നില്ല. പക്ഷെ ചില പേഷ്യൻസ് ചെറിയ ഇറിറ്റേഷനോ അല്ലെങ്കിൽ തടച്ചിൽ, ചിലപ്പോൾ പുകച്ചിൽ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ലേറ്റർ സ്റ്റേജിൽ ഈ ഗ്രോത്ത് കോർണിയയിലേക്ക് കയറി വരുന്നത് അതനുസരിച്ച് നമ്മുടെ കാഴ്ചയെ ബാധിക്കാൻ തുടങ്ങാം. ഇത് മോസ്റ്റ്ലി കാണുന്നത് സൺ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്, അതായത് വെയിലത്ത് കൂടുതലായി വർക്ക് ചെയ്യുന്ന ആൾക്കാരിലാണ്. കൃഷിക്കാര്, പെയിന്റിംഗ് തൊഴിലാളികൾ, അങ്ങനത്തെ ആൾക്കാരിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. ഏർലി സ്റ്റേജിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് ചെറിയ ലൂബ്രിക്കന്റ് ഐ ഡ്രോപ്സോ അല്ലെങ്കിൽ ലോ പോട്ടന്റ് ആയിട്ടുള്ള സ്റ്റിറോയിഡ് ഡ്രോപ്സ് ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ ഇതിന്റെ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രോത്ത് നമുക്ക് ഒരിക്കലും ഒരു മെഡിസിൻ കൊണ്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു പേടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ക്യാൻസറസ് ഗ്രോത്ത് ആണോ, പ്രശ്നമുള്ള സംഭവമാണോ എന്ന്. പക്ഷെ ഇതൊരു ക്യാൻസറസ് അല്ലെങ്കിൽ ഒരു പ്രശ്നമുള്ള ഗ്രോത്ത് അല്ല. ആകെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുന്നോട്ട് വളരുന്നോറും നമ്മുടെ കാഴ്ചയെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഡെഫിനിറ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സർജറി തന്നെയാണ്. സർജറി എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ സർജറിയാണ്. നമ്മൾ ആ ഏരിയ മരവിപ്പിച്ചിട്ട് അവിടുത്തെ ആ ദശ നമ്മൾ എടുത്തു മാറ്റും. പക്ഷെ ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേറ്റർ അവിടെ റിക്കറൻസ് അല്ലെങ്കിൽ റീഗ്രോത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ ദശ എടുത്തു മാറ്റുന്നതിന്റെ കൂടെ നമ്മുടെ കൺപോളയുടെ അടിയിൽ നിന്നോ അതോ മോളിൽ നിന്നോ ഒരു ദശ വേറെ എടുത്ത് ആ ഏരിയയിൽ ഒട്ടിച്ചു വെക്കും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി എപ്പോഴാണ് നമ്മൾ ഇതിന് സർജറി ചെയ്യേണ്ടത്? അങ്ങനെ കുറെ പേര് ചോദിക്കാറുണ്ട്. ഇനിഷ്യൽ സ്റ്റേജിൽ ചെയ്യണോ ഡോക്ടറെ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് മതിയോ എന്നൊക്കെ. അപ്പൊ ഇതിന്റെ സർജിക്കൽ ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മുന്നോട്ട് വളരുന്നതോറും നമുക്ക് കാഴ്ച കുറവ് വരാം. അതൊന്ന് നമുക്ക് റിഫ്രാക്റ്റീവ് എറർ പോലത്തെ സാധനങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നേരെ ഫ്രണ്ടിൽ വരുമ്പോൾ അത് കൃഷ്ണമണീനെ മറയ്ക്കും, അങ്ങനെയും കാഴ്ചമങ്ങൽ വരാം. ആ ഒരു സമയത്ത് നമുക്ക് സർജറി ചെയ്യാം. സെക്കൻഡ് റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്മെറ്റിക് പർപ്പസ് ആണ്. അതായത് ഇപ്പൊ ഏർലി സ്റ്റേജിൽ തന്നെ ചില ആൾക്കാർ വരും, എല്ലാവരും പറയുന്നു ഡോക്ടറെ കണ്ണിൽ വെള്ള കളർ അങ്ങനെ കോസ്മെറ്റിക് പർപ്പസിന് നമ്മൾ സർജറി ചെയ്യാറുണ്ട്. അപ്പൊ കണ്ണിലെ ഈ ഒരു ദശ വളർച്ചയെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക്